ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ ATM പഴയ ATM ഒക്കെ മാറി ഇപ്പോൾ പുതിയ ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ATM വന്നു. ഈ അവസരത്തിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ബാങ്ക് അടക്കം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സംഭവം മറ്റൊന്നുമല്ല. മുമ്പൊക്കെ നമ്മൾ ATM കാർഡ് നമ്മുടെ ATM മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ATM കാർഡ് ഇടും, പിന്നീട് അപ്പം തന്നെ നമ്മൾ ATM കാർഡ് റിമൂവ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ പുതിയ ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ATM ഉപയോഗിച്ചവർക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ അറിയും. അതായത് ഇപ്പോഴത്തെ ATM നമ്മൾ ATM മെഷീനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അത് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ATM മെഷീനിലേക്ക് നമ്മുടെ കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ കഴിയുന്നത് വരെ ആ കാർഡ് നമ്മൾ അവിടെ തന്നെ വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ പുതിയ കാർഡ് വാങ്ങിയതോടുകൂടി പല ആളുകൾക്കും ഈ ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും ATM കാർഡ് ഇടുകയും എടുക്കുകയും പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും ചെയ്തു പോകുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ കാർഡ് ഇടുമ്പോൾ തന്നെ ATM കാർഡ് നമ്മളിവിടെ ലോക്ക് ചെയ്ത് വെക്കും. പിന്നീട് നമ്മളത് പുറത്തേക്ക് ബലമായി വലിക്കുന്ന സമയത്ത് ആ ATM കാർഡുകൾ തകരാറാവാൻ സാധ്യത ഉണ്ട് എന്നാണ് ബാങ്ക് അധികൃതർ, പ്രത്യേകിച്ച് ആക്സിസ് ബാങ്കിന്റെയും അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും ഒക്കെ കസ്റ്റമർക്ക് അവർ ഇപ്പോൾ ഓൾറെഡി മെസ്സേജ് അയച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പുതിയ ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ATM അത് നമ്മുടെ സ്വകാര്യത അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ATM കാർഡ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നവർ നമ്മുടെ കാർഡ് നമ്മുടെ മെഷീനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടെ ATM കാർഡ് നമ്മൾ ഇട്ട് അവിടെ വെക്കുക. തുടർന്ന് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുക. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ATM കാർഡ് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, മുമ്പൊക്കെ നമ്മൾ ATM കാർഡ് ഇടുകയും എടുക്കുകയും ചെയ്യുന്നതോടുകൂടി നമ്മൾ അത് നമ്മുടെ പോക്കറ്റിലേക്ക് വെക്കാറുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ATM മറക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ സിസ്റ്റം പ്രകാരം നമ്മുടെ ATM കാർഡ് മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ ബാങ്ക് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കുടുംബക്കാർക്ക് ഈ വാർത്ത അയച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.